എല്ലാ സമ്പത്തുകളും നമ്മുടെ കഴിവുകൊണ്ട് പറ്റും. പക്ഷെ ഒരു സത്സംഗത്തിൽ കിട്ടണമെങ്കിൽ അതിന് ദൈവ കൃപ വേണമെന്നാണ് പറയും. ഇല്ലെങ്കിൽ കാരണം നമുക്ക് ഇതിനേക്കാൾ ചിന്താഗതിയാണല്ലേ. നമുക്ക് വലിയ എത്രയൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. വേറെ ഒരു പണിയില്ലെങ്കിൽ നമുക്ക് എന്നാ സപ്താഹത്തിന് പോയി പറയാം, അവിടെ പോയിരിക്കാറ്. വേറെ ഒരു പണിയില്ലെങ്കിൽ മാത്രം കിട്ടുന്ന അമ്പലത്തിൽ പോകണം. നമ്മൾ എന്തെങ്കിലും തിരിച്ച് അമ്പലത്തിൽ പോകാൻ പറ്റുമോ? തുടർച്ചയായിട്ട് പോകാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ അമ്പലത്തിൽ പോകും. അപ്പോൾ ആത്മീയതയ്ക്ക് നമ്മളിപ്പോൾ സമയമില്ല. അതന്നെ അവസാനമാകുമ്പോൾ അവസാനമാകുമ്പോഴോ നമ്മൾ ചിന്ത ആ കാലഭാഷ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു വരുമ്പോൾ അങ്ങോട്ടുമില്ലാണ്ട് കടന്ന് നമുക്ക് ഈ കുപ്പായം എളുപ്പമായിട്ട് അഴിച്ചു തരും. ഷർട്ട് നമ്മൾ അഴിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അഴിക്കാൻ പറ്റും. വേറെ ആൾ അഴിക്കുകയാണെങ്കിലോ, കാരണം ഞങ്ങൾ ആസ്പത്രിയിൽ മറ്റുള്ളവർ കുപ്പായം വളരെ അഴിക്കുന്നവരാണ്. അപ്പം എങ്ങനെ അഴിക്കുക? കട്ടി തന്നെ പോകും. കാരണം കയ്യിൽ നിന്നൊക്കെ അഴിക്കാൻ പറ്റുമോ? അപ്പോൾ അതാണ് കട്ടിക്കളും. അപ്പം നമ്മളായിട്ട് ഈ കുപ്പായം ഊരിയിട്ടില്ലെങ്കിൽ കാലം നമ്മുടെ കുപ്പായം ഊരും. അതെങ്ങനെ ഊരുക എന്നുള്ളതാണ് അപ്പം മനസ്സിലാവുക. നമ്മൾ ഊരുമ്പോൾ എന്തുണ്ട്? നമ്മൾ ഊരണമെങ്കിൽ ഈ ആത്മവിദ്യ പഠിച്ച് ആത്മാവിൽ ഇരുന്ന് ശാന്തമായിട്ട് ഇരിക്കുമ്പോൾ ശാന്തമായ ഈ ശരീരം ഉപേക്ഷിച്ച് പോകാൻ പറ്റും. അല്ലെങ്കിൽ കാലം ഇത് പിടിച്ചു വലിക്കും. ആ കാലഭാഷ ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വലിക്കും, കാലന് അങ്ങോട്ടും പിടിച്ചു വലിക്കും. അതിപ്പോൾ ഞാൻ ദിവസം ആസ്പത്രിയിൽ കാലഭാഷം കാണുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഭാഷമാണ് വെന്റിലേറ്റർ. ഇപ്പോഴത്തെ കാലഭാഷമാണ് വെന്റിലേറ്റർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ട് വലിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഉള്ളിൽ പറയാൻ പറ്റുമോ? ഈ വെന്റിലേറ്റർ ഇട്ട ആളുടെ ഉള്ളിൽ ബോധമുണ്ടാവും. അപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു ഇതിൽ കേട്ടു അവസാനം ഒരു രോഗി ആസ്പത്രിയിൽ വെച്ചിട്ടൊരു വാട്സപ്പിൽ വന്ന. അപ്പോൾ അയാളോട് ഡോക്ടർ എന്തോ ചോദിച്ചപ്പോൾ അവിടെ വെച്ച് കരഞ്ഞിട്ട് അയാൾ പറയത്രേ, ഡോക്ടറെ എന്തോ വലിയ ചികിത്സയൊക്കെ ചെയ്യാണ്. പക്ഷെ അയാൾ കരഞ്ഞിട്ട് പറയത്രേ, എൻ്റെ കയ്യിൽ എത്ര തുട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു പശ്ചാത്താപം, അയാളുടെ ഒരു കുമ്പസാരം അത് ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ വാട്സപ്പിൽ വന്ന ഒരു രോഗിയുടെ കുമ്പസാരം വന്നു ഇപ്പോൾ ഡോക്ടറോട്. അപ്പോൾ ആ സമയം വരുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് വെച്ചാൽ ആരോഗ്യമുള്ള സമയത്ത് ഈ അനുഭൂതി ലയത്തിൽ നമ്മൾ പ്രയത്നിച്ച് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവസാനമാകുമ്പോൾ ഇത് കിട്ടില്ല. നമ്മൾ കുറേ കാര്യങ്ങൾ പറയില്ലേ, തെറ്റിദ്ധരിപ്പിച്ച് കുറേയുണ്ട്. ഇന്നത്തെ കുട്ടികൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ അമ്മ പറഞ്ഞത് നല്ല ബുദ്ധി തോന്നേ, ദണ്ഡം പിടിക്കരുതേ, മാമുണ്ടാക്കി തന്നെ. ഇന്നങ്ങനെയില്ല. ഇന്നത്തെ കുട്ടികളെ എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, കാശുണ്ടാക്കണം, ബംഗ്ലാവ് ഉണ്ടാക്കണം, വലിയ കാർ വാങ്ങണം, ഇന്നൊക്കെ പഠിക്കല്ലേ. പണ്ടൊക്കെ നമുക്ക് 3 കാര്യമുള്ളൂ. അത് അമ്പലത്തിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് അർത്ഥം മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജീവിതത്തിൽ എപ്പോഴും അതിങ്ങനെ ആലോചിക്കാണ്ടല്ലേ, നല്ല ബുദ്ധി തോന്നേ, ദണ്ഡം പിടിക്കരുതേ, മാമുണ്ടാക്കി തന്നെ. ഇത് പുറത്തെ പറഞ്ഞിട്ട് ഓടിയാൽ മതി. നമ്മുടെ മുമ്പിൽ ഇത് പ്രാർത്ഥിച്ചു ഇത് അവരെ കേൾപ്പിച്ച് വെക്കുക ഓടുക. പക്ഷെ നമ്മൾ ആ കുട്ടിക്കാലത്ത് ആ 3 വാക്ക് പറഞ്ഞത് ഇന്നും മനസ്സിലാക്കി നമ്മുടെ ഉള്ളിൽ നിൽക്കുക. അപ്പം അന്നത്തെ ഉള്ളിൽ കൊടുക്കുക. ഇന്നത്തെ കുട്ടികളെ A+ കിട്ടണം, അവരെ പഠിപ്പിച്ച് അവരെ ബൂസ്റ്റ് ചെയ്യണം. പക്ഷെ ജീവിക്കാൻ അവരെ അറിയില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ജീവിക്കാൻ അറിയില്ല. ഒരു കാശുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ജീവിക്കാൻ അറിയില്ല. അപ്പം അവർക്കെല്ലാം നമുക്ക് പറ്റുന്ന അങ്ങനെ സന്ദർഭം ഇല്ലാത്ത പോയി. അപ്പോൾ നമ്മൾ വേറൊന്ന് ഞാൻ കേട്ടു, ഞാനിപ്പോൾ അടുത്തതാണ് മനസ്സിലാക്കി.